ഹലോ ഹായ്, ഇന്നൊരു ഗോതമ്പ് ദോശയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു ഗോതമ്പ് ദോശ. അപ്പോൾ അതിന് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദയാണെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരല്പം വെളിച്ചെണ്ണ, ഒരു 1.5 ടീസ്പൂണോളം വരും കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ട് വരട്ടെ. അപ്പോൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 കോഴിമുട്ട ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മാവ് ഒരുപാട് ലൂസും അല്ല ഒരുപാട് കട്ടിയല്ല കേട്ടോ. ഒരു മീഡിയം ടൈപ്പായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതേ രീതിയിലാണ് വേണ്ടത്. എന്നാലാണ് നമ്മൾ ദോശ തവയിൽ കോരി ഒഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ദോശ തവ വെച്ചെടുക്കുന്നുണ്ട്. ചൂടാക്കി കഴിയുമ്പോൾ ഒരല്പം എണ്ണ ഒഴിച്ചെടുത്ത് ഒന്ന് തടവി കൊടുക്കാം. അതിന് ശേഷം 2 തവി മാവ് ഒഴിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് തവി വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് കട്ടിയാവരുത് മാവെന്ന് പറഞ്ഞത്. ഇച്ചിരി ലൂസായിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും, നല്ല നൈസായിട്ട്. അപ്പോൾ ഒരു വശം മൊരിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഇത് വേണമെങ്കിൽ മൈദപ്പൊടിയിലും ചെയ്യാം കേട്ടോ. ഞാനിതിപ്പോൾ ഗോതമ്പ് പൊടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഗോതമ്പ് പൊടി ആകുമ്പോഴും ഒന്നുകൂടി ഹെൽത്തി ആയിരിക്കുമല്ലോ. അപ്പോൾ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, രാത്രി നൈറ്റിൽ നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. കറിയൊന്നും വേണമെന്നില്ല ഇത് നമുക്ക് കഴിക്കാനായിട്ട്. പിന്നെ കറിയുടെ കൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 6 ദോശ കിട്ടും നമുക്കിതിൽ നിന്ന്. അപ്പോൾ ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 മുട്ടയാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ പൊടി ആവശ്യമുള്ളവർക്ക് അതേ രീതിയിൽ എടുക്കണം. അപ്പോൾ 6 ദോശ ഇതുപോലെ ഞാൻ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര നൈസായിട്ട് നല്ല പഞ്ഞി പോലത്തെ ഒരു ദോശ. അപ്പോൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാൻ പാടില്ലേ, അടിപൊളിയായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.